ഇന്നത്തെ പ്രഭാത കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. എല്ലാവർക്കും സ്വാഗതം. ഇത് നാം ചിന്തിക്കുന്നത് 2 ശമൂവേൽ 22 അധ്യായത്തിന്റെ 30 വാക്യം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞിയിലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കും. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നാം ഏകരാണ് എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ധൈര്യമായിരിക്കുക. ദാവീദ് ഈ വിധ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ വ്യക്തിയാണ്. ദാവീദിനൊരു ധൈര്യമുണ്ട്. എല്ലാം തൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ടാണ് ആ വലിയ പ്രാഗൽഭ്യത്തോടെ ദൈവം വിളിച്ചു പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞിലും, എനിക്ക് തനിയെ സാധ്യമല്ല, ഞാൻ പരാജയപ്പെട്ടു, എന്നാൽ നിന്നാൽ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞിലും ജയം പ്രാപിക്കാം. അതായത് നമ്മുടെ മുന്നിൽ വലിയൊരു മഹാമേരുമാകി ഒരു വലിയ മതിൽ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു മതിൽ നിൽക്കുകയാണെങ്കിൽ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഈ മതിൽ ചാടിക്കിടക്കാൻ നാം പ്രാപ്തരായി മാറും. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, നമ്മൾ പരാജയപ്പെട്ടു പോയേക്കാം. എന്നാൽ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം മതിൽ ചാടിക്കിടക്കാനും പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞില്ലുവാനും സാധിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മതിലുകൾ അവരുടെ മുന്നോട്ടുള്ള ഗമനത്തെ തടയുന്നുവെങ്കിൽ, ഏതെങ്കിലും ദുഷ്ടപ്പടക്കൂട്ടം നിന്റെ മക്കളുടെ നേരെ വരുന്നുണ്ടെങ്കിൽ, അങ്ങയാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ വിജയം നേടുവാൻ സഹായിക്കണമേ. അങ്ങയാൽ അവർക്ക് മതിൽ ചാടിക്കടക്കുവാനും പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെന്ന് ജയം പ്രാപിക്കാനും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.